നമസ്കാരം. ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആരെങ്കിലും ഈ ചാനലിൽ നിന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തേ കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ മിൽക്ക് ഷേക്ക് റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടൊന്ന് മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. പഴം ഞാൻ മുറിച്ചെടുത്ത് മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ടേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബിസ്ക്കറ്റാണ്. ഞാനിപ്പോൾ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ളതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഇത്തിരി വാനില എസൻസ്, ഒരു ടീസ്പൂൺ എടുത്ത് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഇതിപ്പോൾ പാല് ഫ്രീസറിനകത്ത് വെച്ചിട്ട് കട്ടപ്പാലാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അതൊരു ഗ്ലാസ്സിനടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചു വെച്ചിരിക്കുന്ന മിൽക്ക് ഷേക്ക് ഒരു ബൗളിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കാം. ഞാനിന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ സബ്ജ സീഡ്സ് എന്നൊക്കെ പറയുന്ന അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കാണാനുള്ള ഒരു ഭംഗിക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴം കൊണ്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.